ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതര വെളിപ്പെടുത്തലുമായി സംവിധായിക സൗമ്യ സദാനന്ദൻ. നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടത് എതിർത്തതിന് തന്നെ സിനിമയിൽ നിന്ന് വിലക്കി. ലൈംഗിക ബന്ധത്തിന് തയ്യാറാവണമെന്നാവശ്യപ്പെട്ടത് ഒരു പവർ പേഴ്സൺ ആണെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട്. തന്റെ ആദ്യ സിനിമ പ്രധാന നടനും സഹനിർമ്മാതാവും അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്തെന്നും ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റ് പ്രൊജക്ടുകളുമായി സഹകരിക്കാൻ നിർമ്മാതാക്കൾ തയ്യാറായില്ലെന്നും സൗമ്യ പറഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇതെല്ലാം പറഞ്ഞിരുന്നുവെന്നും സൗമ്യ വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഈ വിവരങ്ങൾ പ്രധാനമായും ചില ആളുകൾക്കെതിരെ പറയുന്നു, പക്ഷെ ആരുടെയെങ്കിലും പേര് പറയുന്നുണ്ടോ? കിരൺ, സംവിധായിക ഈ ഒരു സൗമ്യ സദാനന്ദനാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാംഗല്യം തന്തുനാനേന എന്നൊരു ചിത്രമായിരുന്നു അവർ ആദ്യമായി സംവിധാനം ചെയ്തത്. അതിൽ നായകനായി എത്തിയത് കുഞ്ചാക്കോ ബോബനും നായിക നിമിഷ സജയൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളായിരുന്നു സിനിമയിൽ പ്രധാനമായും അഭിനയിച്ചത്. ഈ സിനിമയോടുകൂടി പിന്നെ തനിക്ക് സിനിമാ മേഖലയിൽ നിന്നും വലിയ രീതിയിൽ വിലക്ക് നേരിട്ടു എന്നുകൂടി ഈ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റിക്ക് നന്ദി, എന്റെ പുഞ്ചിരി തിരിച്ചു തന്നതിന് എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് തന്റെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിക്ക് അവരോട് സെക്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ അത് തനിക്ക് പണം വാഗ്ദാനം ചെയ്ത് ഈ നടിയോട് പറയണമെന്ന് ആവശ്യപ്പെട്ടോ ഇതിനെ താൻ എതിർത്തിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് തന്നെ സിനിമയിൽ നിന്നും വിലക്കിയത്. അതിലെ ഒരു പവർ പേഴ്സൺ ആണ് ഇത്തരത്തിലൊരു പണവുമായി തന്നെ ബന്ധപ്പെട്ടത്. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ ഈ സിനിമ അതിലെ പ്രധാന നടനും സഹനിർമ്മാതാവും അനുവാദം ഇല്ലാതെ എഡിറ്റ് ചെയ്തു എന്നുകൂടി സൗമ്യ പറയുന്നു. അത്തരത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഇതിനു മുൻപ് താൻ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. അതിനൊരു നാഷണൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ താൻ ഇറക്കുന്ന സിനിമയും ഒരു കലാമൂല്യമുള്ള സിനിമയായിരിക്കും. അതല്ല തങ്ങൾക്ക് വേണ്ടത്, ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണ് വേണ്ടതെന്ന് സഹനിർമ്മാതാവ് ആവശ്യപ്പെടുകയും ഇതിനെ തുടർന്നാണ് സഹനിർമ്മാതാവും ഈ പ്രധാനപ്പെട്ട ഒരു നടനും ചേർന്ന് തന്റെ അനുവാദമില്ലാതെ തന്റെ സിനിമ എഡിറ്റ് ചെയ്തു ഇറക്കി എന്നുകൂടി സൗമ്യ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിൽ തന്നെ വിലക്കണം, താൻ ഇനി അടുത്ത അഞ്ജലി മേനോനാകും എന്നൊരു പരാമർശവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗിൽ നടത്തിയിരുന്നുവെന്നും ചില ആളുകൾ നടത്തിയെന്നും താൻ അറിയാൻ വഴിയായി എന്നുകൂടി സൗമ്യ സദാനന്ദൻ പറയുന്നുണ്ട്. ശരി, നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.